പാരൂപ്പള്ളിയിൽ റാഹത്തിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പാരൂപ്പള്ളിയിലുള്ള എല്ലാ കടകളും കവർ ചെയ്യാൻ നമ്മൾക്ക് റാഹത്തിലാണ് 2 ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, ഇതിൻ്റെ അകത്ത് കുറച്ച് ഇരുട്ടായതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ഒന്നും ഇല്ലാത്തത്. ഇതിൻ്റെ അകത്ത് ഫുള്ള് കറുത്ത പെയിൻറ്റും കറുത്ത സീറ്റും പിന്നെ ലൈറ്റൊക്കെ കറുത്ത കളറിൽ അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഡാർക്കാണ്. എനിക്കാണെങ്കിൽ കുറച്ച് വെട്ടമൊക്കെ ഉള്ള സ്ഥലമാണ് ഇഷ്ടം. പക്ഷേ ഇത് അങ്ങ് ഇരുട്ടായി പോയതുകൊണ്ടുള്ള വിഷമേ എനിക്കുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി പ്രസൻറ്റേഷനാണ് ഇതിന്. മുകളിൽ വലിയൊരു ചിക്കൻ പീസൊക്കെ വെച്ചിട്ടുണ്ട് പൊരിച്ച്. പാചകത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. എപ്പോഴും കിട്ടിയില്ല. കണ്ണു വെച്ച് വലിയ പ്രതീക്ഷയോട് കൂടി ഞാൻ തട്ടിയിട്ടതാണ്. പക്ഷെ കാല് കിട്ടിയില്ല. ഇനി കണ്ണു വെച്ചതാണ് അത് വേറെ വല്ലതാണോ എന്ന് പറയാൻ വയ്യ. എൻ്റെ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റാഹത്തിൽ പോയിന്ന് ബിരിയാണി കഴിച്ചു നോക്കണം, സൂപ്പറാണെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കടയിൽ വന്നത്. കുഞ്ഞരിയിൽ വേവിച്ചെടുത്ത നല്ല ദം ചെയ്ത ബിരിയാണിയാണിത്. ഇതിൻ്റെ അകത്താണെങ്കിൽ വലിയ 2 പീസ് ചിക്കനും ഉണ്ട്. മുകളിലാണെങ്കിൽ 1 കഷ്ണം ചിക്കൻ ഫ്രൈയും ഉണ്ട്. പിന്നെ സലാഡുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. പിന്നെ അകത്ത് 1 കഷ്ണം മുട്ടയും ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടെ 140 രൂപയാണ്. കൂട്ടുകാരെ, 1 കഷ്ണമല്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഒരു ഫുൾ മുട്ട ഉണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഈ പായസം കൊണ്ട് വെച്ച എല്ലാം എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഞാൻ ഈ ബിരിയാണി കഴിച്ചിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം പൊക്കോണ്ടിരിക്കുകയായിരുന്നു എരിഞ്ഞിട്ട്. അപ്പോഴത്തേക്കാണ് ഈ പായസം കൊണ്ട് വെച്ചത്. പിന്നെ ഞാനങ്ങ് മടമട എന്നങ്ങ് കുടിച്ച്. പിന്നെ വിചാരിച്ച് ഇത്തിരി പായസം എടുത്ത് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ ആ ഇരിക്കുന്ന പപ്പടം കൂട്ടി ഒന്ന് പൊടിച്ച് തിന്നാന്ന്. നിങ്ങളിങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്യാറുണ്ടോ കൂട്ടുകാരെ? ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടുമ്പോഴത്തേക്ക്. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി 140 രൂപയുടെ ഈ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പാരിപ്പള്ളി മടത്തറ റോട്ടിൽ റാഹത്ത് റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും ബോർഡും കൂടെ കാണിച്ചേക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇനി തെറ്റിപ്പോണ്ടല്ലോ. അപ്പോൾ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് വിട്ടാരേ എല്ലാവരും.